ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള സോപ്പ് ഒരു സ്പെഷ്യൽ സോപ്പാണ് കേട്ടോ. കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള ഒരു സോപ്പാണിത്. ഇത് ബട്ടർഫ്ലൈ ആൻഡ് ഫ്ലവർ സോപ്പാണ് കേട്ടോ. നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോപ്പിൽ ഒരു സോപ്പാണ് നമ്മൾ ഇന്ന് മേക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പപ്പായയുടെ സോപ്പ് ബേസ് ആണ് കേട്ടോ. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി വേറെ എക്സ്ട്രാ ഐറ്റംസ് പപ്പായയുടെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൽ പപ്പായ ആഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുള്ളൂ. നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിങ്ങനെ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിന്ന് ഗ്ലിസറിൻ്റെ ബേസിലല്ല, ഇത് നമുക്ക് ഗോട്ട് മിൽക്കിൻ്റെ പോലത്തെ ഒരു ബേസാണ് കേട്ടോ വരുന്നത്. മിൽക്ക് പോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് പപ്പായയുടെ ബേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് പപ്പായയുടെ ബേസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിസൈനായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് സോപ്പ്. അത് കാരണം കൊണ്ടാണ് 2 ബേസ് എടുത്തിട്ടുള്ളത് കേട്ടോ, 2 കളറിലുള്ള ബേസ്. അപ്പോൾ ഈ ഒരു മോൾഡിലാണ് നമ്മളിന്ന് സോപ്പ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി മോൾഡാണ്. നിങ്ങൾക്ക് ഈ മോൾഡ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. കുറച്ചുള്ളൂ, നമുക്ക് നല്ല ഓർഡറുള്ള ഒരു മോൾഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സോപ്പ് ബേസ്, ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വൈറ്റമിൻ ഓയിലാണ് കേട്ടോ. ഞാനിവിടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു 2 ഡ്രോപ്പോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. നമുക്കൊരു 0.5 ml ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആൽമണ്ട് ഓയിലാണ് വരുന്നത്. അതും നമുക്കൊരു 0.5 ml ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിലേക്കുള്ള സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഊതിൻ്റെ സ്മെല്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്മെല്ലൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ടിയാവും. പെട്ടെന്ന് തന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കണം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇത് കട്ടിയായി പോവും. അപ്പോൾ അതേ ഞാൻ ഈ ഫ്ലവറിനും ബട്ടർഫ്ലൈക്കും മാത്രമാണ് കേട്ടോ ഇവിടെ വൈറ്റ് കളർ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പപ്പായയുടെ ബേസ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഫ്ലവറിലേക്ക് പപ്പായയുടെ ബേസ് ഒഴിക്കേണ്ടതാണ്. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. പപ്പായയുടെ ബേസും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിലേക്കുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ ഇതിലേക്ക് ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലും വെജിറ്റബിൾ ഗ്ലിസറിനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്കുള്ള സ്മെല്ലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ബേസും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിയായി പോകും കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചോളോ, അല്ലെങ്കിൽ നമുക്ക് ആകെ കട്ട പിടിച്ചു പോവേ. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ്. അപ്പോൾ ഊതിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് മോൾഡിലേക്ക് ഒഴിക്കാം. ഇതേ കണ്ട കട്ട പിടിക്കുന്നത് കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിക്കണേ, അല്ലെങ്കിൽ നമുക്ക് പിന്നെയും ഡബിൾ ബോയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്മെല്ല് ആഡ് ചെയ്ത കാരണം കൊണ്ട് നമ്മൾ പിന്നെയും ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം സ്മെല്ല് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ ഓരോ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കട്ട പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സോപ്പാണ്. അപ്പോൾ ഇത് കുറേ പേർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ സോപ്പ് വളരെ ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെയാണ് കൂടുതലും നമ്മുടെ സോപ്പിൻ്റെ കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ. അപ്പം നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് എല്ലാം സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതേ സെറ്റായി കിട്ടിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്കെപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനും അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ സോപ്പ് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് നമുക്കൊന്ന് കമൻ്റ് ആയിട്ടിടണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കിംഗ് കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിലേക്കുള്ള എല്ലാ സ്മെല്ലുകളും നമുക്കൊരു 55ഓളം സ്മെല്ലുകൾ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് സോപ്പിലേക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലുകൾ വാങ്ങിച്ച് സോപ്പുകൾ മേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു റെഡ് ഹാർട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനിയും. ബൈ.